Hi friends, welcome back to our channel Makeup Malayalam. എൻ്റെ പേര് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഹെയർ സ്റ്റൈൽ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രഞ്ച് ബ്രൈഡ് നമുക്ക് എങ്ങനെ സെൽഫായിട്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഫ്രഞ്ച് ബ്രൈഡ് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ ബ്രൈഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം അതെങ്ങനെയാണ് നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്നൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പം ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും അതപ്പോൾ തന്നെ കാണാനും സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ഫ്രഞ്ച് ബ്രൈഡ് ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ മുടി നന്നായിട്ട് കോംബ് ചെയ്ത് ജടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കാരണം നമ്മൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ലോങ് ഹെയർ ആയിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹെയർ കോംബ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഷാമ്പു ഒന്നും യൂസ് ചെയ്തിട്ടില്ല, കാരണം ഷാമ്പും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു തരത്തിലും മുടി ഞാൻ പിടിക്കുന്ന രീതിയിൽ എനിക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഷാമ്പു ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ നന്നായിട്ട് മുടി ബാക്ക് സൈഡും ഫ്രണ്ടും എല്ലാം നന്നായിട്ട് കോംബ് ചെയ്ത് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുടിയുടെ അറ്റം വളരെ നന്നായിട്ട് കോംബ് ചെയ്ത് അതിൽ ജടയൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ഫ്രഞ്ച് ബ്രൈഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മുടിയിലെ ജടയെല്ലാം കളഞ്ഞു. ഇനി നമുക്ക് ബ്രൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് നമ്മൾ കുറച്ച് ഹെയർ ഇതുപോലെ എടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് 3 പോർഷനാക്കി നമ്മൾ പിടിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ബ്രൈഡ് ചെയ്യാൻ നേരത്ത് അങ്ങനെ 3 ഇതായിട്ട് പിടിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സെയിം ഇത് പിടിക്കുക. പിടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പിന്നുമ്പോഴത്തേനും നമ്മൾ ഹെയർ താഴത്തേക്കാണല്ലോ പിന്നി വരുന്നത്, കാരണം മുടി താഴത്തേക്ക് വെച്ചാണ് പിന്നി വരുന്നത്. അതിന് പകരമായിട്ട് നമ്മളിത് ചെയ്യുന്നത് വെച്ചാൽ മുകളിലേക്കാണ് നമ്മൾ ഈ ഹെയർ പിന്നി വരിക എന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ മുകളിലേക്കാണ് നമ്മൾ പിന്നി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ അടുത്ത ഹെയർ ബ്രൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് നമ്മൾ ആ എടുത്തിരിക്കുന്ന ഹെയർ താഴത്തെ ഹെയറിൻ്റെ കൂട്ടത്തിൽ പിടിച്ചിട്ട് മുകളിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു സ്ട്രാൻഡ്സ്, അപ്പോൾ അതിലേക്ക് അത് അങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു പിന്നിൽ അവിടെ പിന്നുന്നു. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് ഹെയർ എടുക്കുന്നു, അത് ആ താഴത്തെ മുടിയുടെ കൂട്ടത്തിൽ പിടിച്ചിട്ട് നമ്മൾ മുകളിലേക്ക് എടുത്തിരിക്കുന്നത് അത് അതുപോലെ തന്നെ പിടിച്ചേക്കുക. ഇതെടുത്തിരിക്കുന്നത് താഴത്തേൻ്റെ കൂട്ടത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു, മുകളിലത്തേത് കണ്ടോ അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഒരു പിന്നുന്നു. അപ്പം ഇത് തന്നെയാണ് നമ്മൾ താഴത്തേക്ക് ഫോളോ ചെയ്ത് വരുന്നത്. അപ്പുറത്തെ സൈഡിൽ നിന്നും ഒരു പ്രാവശ്യം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് എടുക്കുന്നെങ്കിൽ ഒരു പിന്നീട് ഇനി അടുത്ത നമ്മൾ അപ്പുറത്തെ വശത്തെ മുടിയാണ് എടുക്കുന്നത്. അങ്ങനെ നമുക്ക് താഴത്തേക്ക് പിന്നി വരാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വേണം നമ്മളുടെ ഹെയർ നമ്മൾ ബ്രൈഡ് ചെയ്യാൻ നേരത്ത് വരേണ്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് മുഴുവനും പിന്നി കഴിയുമ്പം നന്നായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മൾ മുടി നന്നായിട്ട് കോംബ് ചെയ്ത് നല്ല വൃത്തിയാക്കിയിടണമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി ഇത് എടുക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ പിന്നി കഴിയുമ്പോൾ തന്നെ നല്ല ഭംഗിയിലിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിങ്ങനെ അപ്പുറത്തെ സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്നും നമ്മൾ എടുത്തിട്ട് നമ്മൾ താഴത്തേക്ക് പിന്നുന്നതിന് പകരം നമ്മൾ മുകളിലേക്കാണ് മുടി എടുത്തെടുത്ത് പോകുന്നത്. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം.
എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാനത് ബ്രേഡ് ചെയ്യാനായിട്ട് എടുക്കുന്ന മുടി കുറച്ച് സമയം ഒന്ന് നന്നായിട്ടൊന്ന് കോതിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത്രയും നേരം ഇങ്ങനെ എടുത്തിട്ട് പെട്ടെന്ന് എടുത്തങ്ങ് പിൻ ചെയ്യാൻ മതിയായിരുന്നു. പക്ഷേ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുടി നന്നായിട്ട് ഇപ്പം നമുക്കിവിടെ കോമ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുടി നന്നായിട്ട് കോതിയിട്ട് ഇങ്ങനെ ബ്രേഡ് ചെയ്ത് പോകുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോതി നന്നായിട്ട് മുടി നല്ല രീതിയിൽ എടുത്തതിന് ശേഷമാണ് ഞാനിവിടെ ബ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കും അതൊരു അരോചകമായിട്ട് തോന്നുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കി നമുക്ക് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് നമ്മൾ സാധാരണ പിന്നുന്നത് പോലെ അങ്ങ് പിന്നിയാൽ മതി. കാരണം നമ്മൾ ഫ്രണ്ടിലേക്ക് ഇടുമ്പം കാരണം നമ്മൾ ബാക്കിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ നേരത്തെ പിന്നിലാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസിലി ഫ്രണ്ടിലേക്ക് മുടിയിട്ടിട്ട് നമ്മൾ സാധാരണ പിന്നുന്നത് പോലെ ബാക്കി പിന്നിയെടുത്ത് വെച്ചാൽ മതി. അപ്പം ഞാൻ ഇത്രയുമാണ് പിന്നിയിട്ടുള്ളതിന് ഞാനിവിടെ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ട് അറ്റം ഒന്ന് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫ്രണ്ട് കുറച്ച് നെറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലെ മുടി നമുക്ക് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരുപാട് നെറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ ആ വൃത്തികേട് നമുക്ക് മാറ്റാനായിട്ട് കുറച്ച് ഹെയർ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ബ്രേഡ് ചെയ്തത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഏറ്റവും മുകൾ ഭാഗത്ത് തൊട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാൻ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവർക്കും പാടൊന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.